അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളൊരാളെ കയറിട്ട് വലിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ എന്തിനാ കൊണ്ടുപോകണമെന്ന് അറിയോ? കൊല്ലാൻ വേണ്ടിയിട്ട്. നമ്മളതിന് നിന്ന് കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമായിരിക്കുമോ? ഒരാൾ നമ്മളെ കഴുത്തിൽ കയറിട്ട് വലിച്ച് കൊണ്ടുപോവുക, എവിടേക്ക് കൊണ്ടുപോകണമെന്ന് അറിയാം? അവനെ നിഷ്ഠൂരം വധിച്ച് കളയാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ നിന്ന് കൊടുത്തില്ലെങ്കിലും നമ്മളെ കൊണ്ടുപോകും. കൊടുത്താൽ ഏതായാലും പോകുകയാണല്ലോ. ഈ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത് ഈ ദുനിയാവിൽ. നമ്മളെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. നബി ഉപമിച്ചത് ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഒരാൾ ഓടുന്ന സമയത്ത് ഒരു പിടിമൃഗം അവൻ്റെ പിന്നാലെ കൂടിയിട്ട് ഓടിയിട്ട് ഇവനെന്ത് ചെയ്തു? ഒരു കിണറ്റിൻ്റെ അടുത്തെത്തി. കിണറ്റിൻ്റെ ഒരു മധ്യഭാഗത്തിൽ നിന്ന് ഒരു മരം ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. ആ മരത്തുമേൽ ഇവൻ കയറി പറ്റി. മരത്തുമേൽ അവൻ പറ്റി പിടിച്ച് നിന്നു. ആ കിണറ്റിൻ്റെ മധ്യഭാഗത്തിലായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ മരത്തിൽ നിന്ന് അവന് അടിയിലേക്ക് നോക്കുമ്പോൾ ഇവനെ വിഴുങ്ങാൻ പാകത്തിൽ വലിയൊരു സർപ്പം വായ പൊളച്ചിങ്ങനെ നിൽക്കുക. നേരത്തിലാണെങ്കിലോ സിംഹം ഇവൻ്റെ പിന്നാലെ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുക. അതോടുകൂടെ തന്നെ 2 എലികൾ ഇവന് നിൽക്കുന്ന ഈ മരത്തിൻ്റെ മുരട് ഭാഗം ഇങ്ങനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുക. ഒരു കറുത്ത എലിയും വെളുത്ത എലിയും. ഈ എലികൾ കാർന്ന് തിന്ന് ആ മരത്തിൻ്റെ മുരട് അറ്റാൽ ഇവനെന്ത് ചെയ്യും? അത് പോവും, ഈ അടിയിലേക്ക് പതിക്കും. ഈ സിംഹം ഒന്നിക്കൽ ആ സിംഹം അവനെ പിടിക്കും, അതല്ലെങ്കിൽ ആ അടിയിലുള്ള സർപ്പം വിഴുങ്ങും. ഈ ഒരു ഉപമ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിനെ പറ്റി. നമുക്കിപ്പോൾ ഈ ചിന്ത ആർക്കുള്ളത്? നമ്മൾ മരണമാകുന്ന ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ ഓടുക മരണത്തിലേക്ക്. അങ്ങനെ എന്ത് ചെയ്യണം? ഈ മരണമാകുന്ന സിംഹം നമ്മളെ പിടികൂടും. അങ്ങനെ നമ്മളിപ്പോൾ എത്തിപ്പെട്ടത് ഇതിൻ്റെ മുരട്ടാണ്, ഈ മരത്തിൻ്റെ മധ്യഭാഗത്താണ്. ഈ മരത്തിന്മേൽ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുക. നമ്മൾ രാവും പകലുമാകുന്ന കറുപ്പും വെളുപ്പുമായ 2 എലികൾ നമ്മളങ്ങനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുക. ഇതെപ്പോഴും എന്താണ്? അറ്റ് വീണാൽ ഇവിടേക്ക് എത്തുക. എന്തൊരു ഉപമ അല്ലാണ്ട് റസൂൽ വിവരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇതാണ് നമ്മളെ അവസ്ഥ. നമ്മളങ്ങനെ പിടിച്ചു കൊണ്ടുപോയാൽ നമ്മൾ ദുന്യാവിൻ്റെ കെട്ടുപാടിലേക്കാണ് നമ്മളെ ചിന്ത മുഴുവനും പോകുന്നത്. ദുന്യാവ് ഉണ്ടാക്കണം, നമുക്ക് സമാധാനമില്ലല്ലോ. കാരണം എന്താണ്? നമ്മൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഓർത്ത് കണ്ട് നമ്മൾ ദുഃഖിക്കുക. ദുന്യവിയാ സുഖട്ടോ. എന്നാൽ ഇതൊക്കെ ഇവിടെ നിന്ന് ഇട്ടെറിഞ്ഞ് പോകുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തിലേക്ക് നമ്മളെ ഈ കഴുത്തിൽ കയറിട്ട് ഇങ്ങനെ വലിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തിയാൽ നമ്മളെന്താണ്? കൊന്നുകളയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണം പെരടിയിൽ ചുമന്ന് നടക്കുന്ന നമുക്ക് എന്ത് വിശ്രമം എന്നാണ് ചോദിക്കുന്നത്. നമ്മളൊക്കെ മരണം പെരടിയിൽ ചുമന്ന് നടക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എപ്പോഴും സംഭവിക്കുക. ജീവിച്ചത്ര ജീവിച്ചു, ഇത് എല്ലാവർക്കും കിട്ടിയ